നമസ്തേ. ഒരു പകൽ അരമണിക്കൂറിൽ വാർത്തയുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 7 at 7 ആരംഭിക്കുന്നു. സ്വാഗതം. ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിൽ നിന്ന് ടോപ്പ് 7 at 7 തുടങ്ങാം. വഖഫ് ഭേദഗതി നിയമത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്ത മമതാ ബാനർജി ഇപ്പോൾ രാജ്യത്തെ നിയമത്തിന് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 7 മാസമായി വഖഫ് നിയമം പശ്ചിമബംഗാളിൽ നടപ്പാക്കില്ലെന്ന് ആവർത്തിച്ച് പറയുകയായിരുന്നു മമതാ ബാനർജി. അതേ മമതാ ബാനർജി ഡിസംബർ 5-നകം വഖഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്തെ 82,000-ഓളം വഖഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ ഡിസംബർ 5-നകം കേന്ദ്ര പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാനാണ് പശ്ചിമബംഗാൾ സർക്കാർ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയത്. ഏപ്രിലാണ് വഖഫ് ഭേദഗതി നിയമം 2025 പാർലമെന്റിന്റെ ഇരുസഭകളിലും പാസാക്കിയത്. നിയമം സംസ്ഥാനത്ത് നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. നിയമം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ സംസ്ഥാനത്ത് 33% മുസ്ലിങ്ങളുണ്ടെന്നും അവരെ സംരക്ഷിക്കേണ്ടത് തന്റെ കടമയാണെന്നുമായിരുന്നു മമതയുടെ വിശദീകരണം. മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് സർക്കാർ കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല വിധി ലഭിച്ചിരുന്നില്ല. വഖഫ് ഭേദഗതി നടപ്പാക്കുവാനുള്ള മമതാ സർക്കാർ തീരുമാനം രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഭേദഗതി ചെയ്ത നിയമത്തിലെ സെക്ഷൻ 3B പ്രകാരം രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത എല്ലാ വഖഫ് സ്വത്തുക്കളുടെയും വിവരങ്ങൾ 6 മാസത്തിനകം കേന്ദ്ര പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഡിസംബർ 5-ന് ഈ സമയം അവസാനിക്കാനിരിക്കെ സംസ്ഥാന ന്യൂനപക്ഷ വികസന വകുപ്പ് സെക്രട്ടറി PB സലീം എല്ലാ ജില്ലാ കളക്ടർമാർക്കും കത്തെഴുതി. കേന്ദ്ര പോർട്ടലിൽ സംസ്ഥാന വഖഫ് സ്വത്തുക്കളുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യാനാണ് കത്തിൽ നിർദ്ദേശം. തർക്കത്തിലുള്ള വഖഫ് സ്വത്തുക്കൾ ഈ ഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. ഉദ്യോഗസ്ഥരെ പ്രത്യേകം നിയോഗിക്കുകയും ദൈനംദിന പുരോഗതി നിരീക്ഷിക്കുകയും ചെയ്യണം. 8 ജില്ലകളിൽ ഹെൽപ്പ് ലൈൻ ഡെസ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിലും ഇത് സ്ഥാപിക്കാനും ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. ജനം, ഡൽഹി. ഇനി നമ്മൾ പോകുന്നത് ശശി തരൂരിൻ്റെ 2 പ്രധാനപ്പെട്ട പ്രതികരണങ്ങളിലേക്കാണ്. കേന്ദ്ര സർക്കാരിനെ പ്രശംസിച്ച് ശശി തരൂർ. സംസ്ഥാന സർക്കാരിനേക്കാൾ മികച്ചത് കേന്ദ്ര സർക്കാർ. വികസനം കൂടുതൽ നടപ്പാക്കുന്നത് കേന്ദ്ര സർക്കാരാണ്, അല്ലാതെ സംസ്ഥാന സർക്കാരല്ല. തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ കഴിഞ്ഞു. കേന്ദ്ര പദ്ധതികളിൽ മതവിവേചനം കണ്ടിട്ടില്ല. PM ശ്രീയിൽ വർഗീയത കാണുന്നില്ല. രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നായാൽ മതിയെന്നും ശശി തരൂർ കൊച്ചിയിൽ പറഞ്ഞു. വാക്കുകൾ കേൾക്കാം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയോ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പോളിസിയോ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അഥവാ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എനിക്ക് അതിൽ വലിയൊരു ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല. കാരണം അതിലൊരു വർഗീയതയോ ഒരു സാഫ്രണൈസേഷനോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല NEP-യിൽ. അല്ല, ഞാൻ കണ്ടിരിക്കുന്ന വികസനം സത്യം പറയുകയാണെങ്കിൽ കൂടുതൽ കേന്ദ്രത്തിന്റെ ഈ തുടർന്നിട്ടുണ്ട്. എന്നിട്ട് അതിനെ കുറച്ചുകൂടി വലുതാക്കിയിട്ടുണ്ട്. ശശി തരൂരിന്റെ മറ്റൊരു പ്രതികരണമുണ്ടായത് കുടുംബാധിപത്യ വാഴ്ചയ്ക്കെതിരെയാണ്. കുടുംബാധിപത്യത്തെ വീണ്ടും വിമർശിച്ച ശശി തരൂർ ഏതെങ്കിലും ഒരു കുടുംബത്തെയല്ല താൻ വിമർശിച്ചത്. രാഷ്ട്രീയക്കാരുടെ മക്കൾ രാഷ്ട്രീയക്കാരാകണമെന്ന പ്രവണത മാറണം. അതേസമയം കോൺഗ്രസിന്റെ മുഖമായി തുടരാനാണോ ആഗ്രഹം എന്ന ചോദ്യത്തിന് രാഷ്ട്രീയക്കാരനായി തുടരാനാണ് ആഗ്രഹിക്കുന്നതെന്നും ശശി തരൂരിന്റെ മറുപടിയുണ്ടായി. പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കുടുംബത്തിനകത്ത് ആ പ്രൊഫഷൻ തന്നെ നേരിട്ട് പോകുന്നു. ഒരു ആക്ടറിൻ്റെ മകൻ ആക്ടറാവുന്നു, ക്രിക്കറ്ററിൻ്റെ മകൻ ക്രിക്കറ്ററാവുന്നു, ഡെന്റിസ്റ്റിൻ്റെ മകൻ ഡെന്റിസ്റ്റ് ആവുന്നു. അതുപോലെ രാഷ്ട്രീയക്കാരുടെ മക്കളും രാഷ്ട്രീയക്കാരാവുന്നു. പക്ഷെ അത് ജനാധിപത്യത്തിൽ നല്ലതാണോ? എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത് നന്നല്ല. കാരണം ജനാധിപത്യത്തിൽ നമുക്ക് ജനങ്ങളുടെ പ്രതിനിധിത്വം കൊടുക്കാൻ ഒരു കുടുംബത്തിന് അവസാനത്തിൽ അവർക്ക് അവകാശത്തിൽ തന്നെ ഇരുന്നാൽ അവർക്കൊരു ദൂരം വരും ജനങ്ങളുടെ. ആ ദൂരം വന്നിട്ടില്ലെങ്കിൽ അവർ വീണ്ടും ജയിക്കും. പക്ഷെ അല്ലെങ്കിൽ തോൽവിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു ദൂരം ജനങ്ങളുടെ ഇത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നടക്കാനും ജനങ്ങളുടെ ഒപ്പം അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ ആശങ്കയും മനസ്സിലാക്കി സംസാരിക്കാൻ സാധിക്കുന്ന നേതാക്കളെ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ജനാധിപത്യത്തിൽ ഗുണം ചെയ്യുന്നു പറഞ്ഞതാണ്. അതിനെ ഒരു കുടുംബത്തിനെ കുറിച്ച് മാത്രമാക്കിയത് അന്യായമാണ്. കാരണം ഒരു കുടുംബത്തെക്കുറിച്ച് മാത്രമല്ല എഴുതിയിരിക്കുന്നത്. ആ പേരുകൾ മാത്രം നോക്കിയാൽ തന്നെ 10-20 കുടുംബത്തിന് പേര് വെച്ചിട്ടുണ്ട് ഞാനായിരുന്നു. ബലാത്സംഗ കേസിൽ പ്രതിയായതോടെ കടുത്ത പ്രതിരോധത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒപ്പം തന്നെ രാഹുലിനെ
ഇതുവരെ പിന്തുണച്ചു വന്നിരുന്ന ചില കോൺഗ്രസ് നേതാക്കളൊക്കെ ആ നിലപാട് പതിയെ പതിയെ മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ കൃത്യമായി രാഹുൽ എന്താണ് ചെയ്തത്, രാഹുലിൻ്റെ ഈ സ്വഭാവ വൈകൃതം എങ്ങനെ എന്നുള്ള കാര്യം നേതാക്കൾക്ക് പോലും വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണ്. പാർട്ടി ഒരുപക്ഷെ രാഹുലിനെ പൂർണ്ണമായും കൈയൊഴിഞ്ഞ ഒരു സ്ഥിതിയിൽ നിൽക്കുകയാണ്. അപ്പോഴും രാഹുലിനെ പ്രതിരോധിക്കാൻ ചില കാര്യങ്ങളൊക്കെയുണ്ട്. ഇപ്പോൾ കോടതിയിൽ ചില രേഖകളൊക്കെ രാഹുൽ സമർപ്പിച്ചിരിക്കുകയാണ്. ബലാത്സംഗ കേസിൽ പ്രതിരോധം തീർക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ശ്രമം. ജില്ലാ കോടതിയിൽ ഡിജിറ്റൽ തെളിവുകൾ അഭിഭാഷകൻ മുഖേന സമർപ്പിച്ചു. ഒളിവിൽ കഴിഞ്ഞിരുന്ന രാഹുൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നേരിട്ടെത്തി മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒപ്പിട്ടു. എന്നാൽ 2 ദിവസമായിട്ടും രാഹുലിനെ പിടികൂടാതെ അന്വേഷണ സംഘം ഉരുണ്ടുകളിക്കുകയാണ്. ബലാത്സംഗ കേസിൽ കുരുക്ക് മുറുകുമെന്നുറപ്പായതോടെ പ്രതിരോധം തീർക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇതിന്റെ ഭാഗമായി ഡിജിറ്റൽ രേഖകൾ അഭിഭാഷകൻ മുഖേന സമർപ്പിച്ചു എന്നാണ് വിവരം. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് സീൽ വെച്ച കവറിൽ രേഖകൾ നൽകിയത്. ഗർഭചിത്രം യുവതി സ്വന്തം ഇഷ്ടപ്രകാരം നടത്തിയെന്ന് സ്ഥാപിക്കുവാനുള്ള രേഖകളും ഇതിലുണ്ട്. ബലാത്സംഗം നടന്നെന്ന് പറയുന്ന കാലത്ത് ഭർത്താവിനൊപ്പമാണ് യുവതി താമസിച്ചത് എന്നുള്ള തെളിവുകളും രാഹുൽ സമർപ്പിച്ച രേഖകളിൽ ഉൾപ്പെട്ടു എന്നാണ് വിവരം. ബുധനാഴ്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയും. അതേസമയം പരാതി ലഭിച്ച 2 ദിവസം കഴിഞ്ഞിട്ടും രാഹുലിനെ പിടികൂടാത്തതിൽ വിമർശനം ശക്തമാവുകയാണ്. ഒളിവിലായിരുന്ന രാഹുൽ തിരുവനന്തപുരത്തെത്തി ജാമ്യാപേക്ഷയിൽ ഒപ്പിട്ടിട്ടും പോലീസിന് പിടികൂടാൻ സാധിച്ചില്ല. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ ഒളിവിൽ കഴിയുന്ന രാഹുൽ എവിടെയെന്ന് കണ്ടെത്തുവാനും സാധിച്ചിട്ടില്ല. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടും പ്രതിക്ക് രക്ഷപ്പെടാനുള്ള അവസരം പോലീസ് തന്നെ ഒരുക്കി കൊടുക്കുന്നുവെന്നുള്ള ആക്ഷേപവും ഉയരുകയാണ്. ജനം, തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ രഹസ്യ കേന്ദ്രത്തിൽ ഒളിവിലെന്ന് സൂചന. രാഹുലിന്റെ ഡ്രൈവറും പേഴ്സണൽ അസിസ്റ്റന്റും പാലക്കാട്ടെ MLA ഓഫീസിലെത്തി. അതിജീവിത മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയിട്ടും രാഹുലിനെ കണ്ടെത്താൻ കാര്യക്ഷമമായി അന്വേഷണം നടത്താതെ പോലീസ്. കോൺഗ്രസിന് അല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ രാഹുലിനെ രാജിവെപ്പിക്കണമെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. അതിജീവിത മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകി 48 മണിക്കൂർ പിന്നിട്ടിട്ടും ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന് കണ്ടെത്താനാകാതെ പോലീസ്. MLA പാലക്കാട് രഹസ്യ കേന്ദ്രത്തിൽ ഒളിവിൽ കഴിയുന്നതായാണ് സൂചന. ഔദ്യോഗിക വാഹനം താമസിക്കുന്ന ഫ്ളാറ്റിന് മുൻപിൽ കണ്ടെത്തി. ഇതിനിടെ രാവിലെ രാഹുലിന്റെ ഡ്രൈവറും പേഴ്സണൽ അസിസ്റ്റന്റ് ഫസലും പാലക്കാട് MLA ഓഫീസിൽ എത്തി. എന്നാൽ രാഹുൽ എവിടെയെന്ന് കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 48 മണിക്കൂർ പിന്നിട്ടിട്ടും MLAയെ കണ്ടെത്താൻ കഴിയാത്തത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടം എവിടെയും പോയിട്ടില്ല, പാലക്കാട് തന്നെയുണ്ട്. പോലീസ് എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. മുൻകൂർ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടാണോ? കയ്യെത്താ ദൂരത്ത് രാഹുൽ മാങ്കൂട്ടം ഉണ്ടായിട്ടും പോലീസിന് കണ്ടെത്താൻ കഴിയാത്തതാണോ, കണ്ടെത്തിയിട്ടും സംരക്ഷിക്കുന്നതാണോ? സർക്കാരിന് എന്തെങ്കിലും കൈ പൊള്ളാനുണ്ടോ? പരാതി 164 മജിസ്ട്രേറ്റിന് മുമ്പിൽ നേരിട്ട് നൽകിയിട്ടും 48 മണിക്കൂർ കഴിഞ്ഞിട്ടും നിയമസഭാ സാമാജികനായ ഒരാളെ കേരളത്തിൽ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ദയനീയമായ പരാജയമാണ്. രാഹുൽ നൽകിയ ജാമ്യ ഹർജി തിങ്കളാഴ്ചയാണ് കോടതി പരിഗണിക്കുക. പാലക്കാട് ജില്ല വിട്ടാൽ അത് മുൻകൂർ ജാമ്യത്തെ ബാധിക്കുമെന്ന് രാഹുലിന് നിയമോപദേശം ലഭിച്ചു. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടും FIRൽ ഗുരുതര വകുപ്പുകൾ ചുമത്തിയിട്ടും ഇതുവരെ പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടികൂടാൻ കഴിയാത്തതിൽ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. പീഡനക്കേസിൽ ഗുരുതരമായ വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 48 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതുവരെ രാഹുൽ എവിടെ ഉണ്ടെന്ന് കണ്ടെത്താൻ പോലും പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇത് പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് തന്നെയാണ് തെളിയിക്കുന്നത്. പാലക്കാട് നിന്ന് ക്യാമറമാൻ സന്തോഷ് കാവലക്കാടിനൊപ്പം ശിവദാസ് കന്മനം, ജനം. ലൈംഗിക പീഡന കേസിൽ ഒളിവിൽ പോയ MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന ചോദ്യങ്ങളിൽ സംയമനം പാലിച്ച് KPCC നേതൃത്വം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രതികരണങ്ങൾ എതിരാളികൾക്ക് ആയുധമായി മാറരുതെന്ന കർശന നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ സംസ്ഥാന നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത്. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് മുതിർന്ന നേതാക്കൾ വിട്ടുനിൽക്കണമെന്നാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശം. രാഹുലിനെ പിന്തുണച്ച് സംസാരിച്ച K. സുധാകരന് MP രാജ്മോഹൻ ഉണ്ണിത്താൻ നൽകിയ മറുപടി. ഏറ്റവും ഒടുവിലായി കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിൽ പ്രസിദ്ധീകരിച്ച എഡിറ്റോറിയൽ ലേഖനം. രാഹുൽ വിവാദം പാർട്ടിയെ തളർത്തില്ലെന്ന് പറയുമ്പോഴും ഉയരുന്ന ചോദ്യങ്ങളിൽ മറുപടി പറയാൻ വിയർക്കുകയാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം.
തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി വിവിധ ജില്ലകളിൽ നേതാക്കൾ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുമ്പോഴും രാഹുലിനെ ചുറ്റിപ്പറ്റിയുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. CPMന്റെ കൊല്ലം MLAയും നടനുമായ മുകേഷിനെതിരായ കേസിൽ ഒരു നടപടിയും സ്വീകരിക്കാത്ത പാർട്ടിയാണ് ഇടതു നേതൃത്വമെന്ന് തിരിച്ചടിച്ചാണ് കോൺഗ്രസ് ഈ വാദത്തെ പ്രതിരോധിക്കുന്നത്. അതോടൊപ്പം കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കടക്കേണ്ടതുമാണ് കോൺഗ്രസിനകത്തു നിന്നുയർന്ന പൊതു അഭിപ്രായം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, K മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ മാത്രം ഈ വിഷയത്തിൽ പ്രതികരിച്ചാൽ മതിയെന്നാണ് നേതൃത്വം നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം. അതൊക്കെ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. അത് വ്യക്തിപരമാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വീക്ഷണമുഖ പ്രസംഗത്തിൽ വന്ന രാഹുൽ അനുകൂല ലേഖനത്തിൽ മുതിർന്ന നേതാക്കൾ പോലും അതൃപ്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞു. നേതൃത്വം അറിയാതെ ഇത്തരമൊരു ലേഖനം പാർട്ടി പത്രത്തിൽ അച്ചടിച്ചു വരില്ലെന്ന് പാർട്ടിക്കകത്ത് ഒരു വിഭാഗം തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. വിഷയത്തിൽ സംസ്ഥാന നേതാക്കളുടെ പ്രതികരണവും നീക്കങ്ങളും അടക്കം ഹൈക്കമാൻഡ് ഇപ്പോൾ നിരീക്ഷിച്ചു വരികയാണ്. നിർദ്ദേശം മറികടന്നാൽ കടുത്ത നടപടിയാകും ഉണ്ടാകുകയെന്ന രഹസ്യ മുന്നറിയിപ്പ് ഇതിനോടകം നേതൃത്വം കൈമാറിയും കഴിഞ്ഞു. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അടുത്തയാഴ്ച പരിഗണിക്കുന്നതുവരെ കോൺഗ്രസ് നേതാക്കൾ മൗനം പൂണ്ടു നിൽക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. KB ശ്യാമപ്രസാദ്, ജനം, കോഴിക്കോട്. ഡൽഹിയിൽ വായുമലിനീകരണത്തിനെതിരെയുള്ള സമരത്തിന്റെ മറവിൽ മാവോയിസ്റ്റ് അനുകൂല പ്രകടനം നടത്തിയവരുടെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും. ജാമ്യം അനുവദിക്കരുതെന്നും കൂടുതൽ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ ഹൈദരാബാദിലും മാവോയിസ്റ്റ് അനുകൂല പരിപാടിയിൽ പങ്കെടുത്തതിന് പോലീസിന് തെളിവ് ലഭിച്ചതായാണ് വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഒരുപക്ഷെ വളരെ നമുക്കൊരു തരത്തിലും സംശയിക്കത്തക്ക രീതിയിലുള്ള ഒരു സമരമായിരുന്നില്ല ഈ ഡൽഹിയിലെ വായുമലിനീകരണത്തിനെതിരെയുള്ള ഈ സമരം എന്ന് പറയുന്നത്. പക്ഷേ ഈ സമരം തുടങ്ങിയപ്പോൾ അവിടെ ഉയർന്നത് നക്സൽ അനുകൂല മുദ്രാവാക്യങ്ങൾ. ഹിദ്മ, മാവോയിസ്റ്റ് കമാൻഡർ ഹിദ്മയ്ക്ക് അനുകൂലമായ മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. ഒപ്പം അവിടെ പോലീസിൻ്റെ നേർക്ക്, പോലീസിൻ്റെ കണ്ണിലേക്കൊക്കെ പെപ്പർ സ്പ്രേ അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു കലുഷിതമായ അന്തരീക്ഷം ഈ വായുമലിനീകരണ പ്രശ്നത്തിന്റെ പേരിൽ ഉയർത്താനായിരുന്നു മാവോയിസ്റ്റ് ശ്രമം ഉണ്ടായത്. ഒരുപക്ഷെ വാർത്താമാധ്യമങ്ങളിൽ അധികം ഇടം പിടിക്കാതെ പോയ ഒരു വാർത്തയാണ് ഇപ്പോൾ കോടതിയുടെ ഇടപെടലോടെ പുറത്തു വരുന്നത്. അന്ന് എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു ആ കേസിന്റെ സ്ഥിതി? ജിഷ്ണു. നിൽമ, ഡൽഹിയിൽ മാവോയിസ്റ്റ് അനുകൂല പ്രകടനം നടത്തിയതിന് അറസ്റ്റിലായവർ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണുള്ളത്. ഇവരുടെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച ഡൽഹി പട്യാല ഹൗസ് കോടതി പരിഗണിക്കും. ആ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെ ഇവർക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകരുതെന്നും കൂടുതൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യകതയുണ്ട് എന്നുള്ളതുമാണ് ഡൽഹി പോലീസ് അറിയിച്ചത്. നീലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ രാജ്യ തലസ്ഥാനത്ത് ഇത്തരത്തിലൊരു പ്രതിഷേധം ആസൂത്രിതമായി തന്നെ നടത്തിയതാണ് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. അതായത് ഡൽഹിയെ സംബന്ധിച്ച് വായുമലിനീകരണം ഒരു ഗുരുതരമായ ജനകീയ വിഷയം തന്നെയാണ്. ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യ ഗേറ്റ് പോലെ തന്ത്രപ്രധാനമായ മേഖലയിൽ പ്രതിഷേധത്തിനൊരുങ്ങുന്നു. എന്നാൽ ആ പ്രതിഷേധത്തിൽ, അതും ഡൽഹി പോലീസിന്റെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്, പ്രതിഷേധക്കാരുടെ ഉദ്ദേശവും വിഷയവും വായു മലിനീകരണമായിരുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായി ഡൽഹി പോലീസ് അവരുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ മാസം 23-ന് ഇന്ത്യ ഗേറ്റിന് സമീപം ഒത്തുകൂടുകയും വായു മലിനീകരണത്തിനെതിരെയുള്ള പ്രതിഷേധമെന്ന് അറിയിക്കുകയും, എന്നാൽ ആ പ്രതിഷേധത്തിൽ ഉയർന്നത് മാവോയിസ്റ്റ് അനുകൂല മുദ്രാവാക്യവും അടുത്തിടെ ആന്ധ്രാപ്രദേശിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് കമാൻഡർ മാധവി ഹിത്മയുടെ പോസ്റ്റർ കൂടി ഉയർത്തിക്കാട്ടിക്കൊണ്ട് മാവോയിസ്റ്റ് അനുകൂല മുദ്രാവാക്യങ്ങളാണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തവർ വിളിച്ചിട്ടുള്ളത്. തുടർന്ന് പോലീസ് അവരെ തടയാൻ ശ്രമിച്ചു. എന്നാൽ പോലീസിന്റെ നിർദ്ദേശം മറികടന്നുകൊണ്ട് ആ പ്രദേശത്ത് ഇന്ത്യ ഗേറ്റ് പോലെ തന്ത്രപ്രധാനമായ മേഖലയിൽ റോഡ് ഉപരോധിച്ചുകൊണ്ട്, ഗതാഗതം തടഞ്ഞ് റോഡ് ഉപരോധിക്കാനാണ് ഈ പ്രതിഷേധക്കാർ തടഞ്ഞത്. അവരെ നീക്കാൻ ശ്രമിച്ച പോലീസിന് നേരെ പെപ്പർ സ്പ്രേ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചു. പെപ്പർ സ്പ്രേ അക്രമത്തിൽ നിരവധി ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരുന്നു. അവർ ഡൽഹി RML ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അറസ്റ്റിലായവരെ ആദ്യം ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്കാണ് കോടതി വിട്ടത്. നിലവിൽ ഡൽഹി പോലീസ് ഇവരെ ചോദ്യം ചെയ്യുന്നതിന്, കൂടുതൽ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നും, വളരെ ആസൂത്രിതമായാണ് ഈ പ്രതിഷേധം നടന്നത്, അവരുടെ ഉദ്ദേശം വായുമലിനീകരണമായിരുന്നില്ല, അവരുടെ വിഷയം വായുമലിനീകരണമായിരുന്നില്ല, അർബൻ നക്സലുകളാണ് ഈ പ്രതിഷേധം നടത്തിയത് എന്നുള്ളതാണ് ഡൽഹി പോലീസ് അറിയിച്ചത്. തൃശൂർ, മലപ്പുറം സ്വദേശികളായ 2 മലയാളികളും ഈ വിഷയത്തിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഇവരെ ഉൾപ്പെടെ കസ്റ്റഡിയിൽ വിട്ടു നൽകി ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്ന അപേക്ഷയാണ് ഡൽഹി പോലീസ് കോടതിക്ക് മുൻപിൽ വെച്ചത്. സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ
ചെയ്യാൻ കോടതി പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ അറസ്റ്റിലായവരുടെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കുമ്പോൾ തീർച്ചയായും ഡൽഹി പോലീസിന്റെ വിശദമായ റിപ്പോർട്ട് കൂടി കോടതി പരിഗണിക്കും. തുടർന്നായിരിക്കും പ്രതികൾക്ക് ജാമ്യം നൽകണമോ അതല്ലെങ്കിൽ കസ്റ്റഡിയിൽ വിട്ടു നൽകണമോ, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തന്നെ തുടരണമോ എന്നൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തുക. നീലിമ. ഡൽഹിയിൽ വായു മലിനീകരണത്തിനെതിരെയുള്ള സമരത്തിന്റെ മറവിൽ നടന്നത് മാവോയിസ്റ്റ് അനുകൂല പ്രകടനമാണ്. ഈ കാലാവസ്ഥ പ്രശ്നം മുൻനിർത്തി സമരരംഗത്ത് ഇറങ്ങുന്നവർ 2700-ലധികം ആളുകളെ കൂട്ടക്കൊല നടത്തിയ മാവോയിസ്റ്റ് കില്ലർ ഹിദ്മയ്ക്ക് വേണ്ടി എന്തിന് അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്നത് വളരെ സംശയകരമായ ഒരു സാഹചര്യമാണ്. അർബൻ നക്സൽസ് ആണ് ഈ പ്രതിഷേധത്തിന്റെ പിന്നിൽ. വളരെ കൃത്യമായി കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. ജിഷ്ണു കൃഷ്ണനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇനി ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ വീണ്ടും മൊഴിയെടുത്ത SIT. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിനെ കുരുക്കി മുൻ ദേവസ്വം ബോർഡ് അംഗത്തിന്റെ മൊഴി. നിർണായക തീരുമാനങ്ങളെല്ലാം അംഗങ്ങളെ അറിയിക്കാതെ പത്മകുമാർ ഒറ്റയ്ക്കായിരുന്നു എടുത്തിരുന്നത്. ബോർഡ് യോഗത്തിലെ തീരുമാനത്തിനപ്പുറം പലതും അജണ്ടയാക്കുന്നതും രജിസ്റ്ററിൽ എഴുതി ചേർക്കുന്നതും പതിവായിരുന്നുവെന്നും മൊഴി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ കുരുക്കുന്ന മൊഴിയായി മുൻ ദേവസ്വം ബോർഡ് അംഗം N. വിജയകുമാറിന്റെ മൊഴി. നിർണായക തീരുമാനങ്ങളെല്ലാം അംഗങ്ങളെ അറിയിക്കാതെ പത്മകുമാർ ഒറ്റയ്ക്കായിരുന്നു എടുത്തിരുന്നത്. ബോർഡ് യോഗത്തിലെ തീരുമാനത്തിനപ്പുറം പലതും അജണ്ടയാക്കുന്നതും രജിസ്റ്ററിൽ എഴുതി ചേർക്കുന്നതും പതിവായിരുന്നു. ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ പത്മകുമാർ നടത്തിയ കാര്യങ്ങളിൽ ബോർഡ് അംഗങ്ങൾക്ക് പങ്കില്ലെന്നാണ് വിജയകുമാറിന്റെ മൊഴി. പത്മകുമാറിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പിന്തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും വിജയകുമാറിന്റെ മൊഴിയെടുത്തത്. വീട്ടിലെത്തിയായിരുന്നു SIT സംഘത്തിന്റെ വിശദമായ വിവരശേഖരണം. 2019 പത്മകുമാർ പ്രസിഡന്റായിരുന്ന ബോർഡിൽ അംഗമായിരുന്നു വിജയകുമാർ. ഇത് രണ്ടാം തവണയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന്റെ ചോദ്യമുനയിലേക്ക് വിജയകുമാർ എത്തിയത്. വിജയകുമാറിന് പിന്നാലെ KP ശങ്കരദാസിനെയും SIT സംഘം ചോദ്യം ചെയ്തിരുന്നു. ജനം, തിരുവനന്തപുരം. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൽ അന്വേഷണം കൂടുതൽ തലങ്ങളിലേക്ക്. ചാവേറായ ഉമറിന് മറ്റാശുപത്രികളിലെ ചില ഡോക്ടർമാരുമായി ബന്ധപ്പെട്ടിരുന്നതായി NIA കണ്ടെത്തൽ. അറസ്റ്റിലായ ഡോക്ടർ ഷഹീന്റെ മുറിയിൽ നിന്ന് 18 ലക്ഷം രൂപയും NIA കണ്ടെത്തിയിട്ടുണ്ട്. ഒട്ടേറെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലെ ഡോക്ടർമാരുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്നതടക്കമുള്ള വലിയ തരത്തിലുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വൈറ്റ് കോളർ ടെററിസത്തിന്റെ ഈ അന്വേഷണം വ്യാപിപ്പിക്കുമ്പോൾ അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് വസ്തുതകൾ പുറത്തു വരികയാണ്. ഇനി നമ്മൾ പോകുന്നത് ശ്രീലങ്കയിലേക്കാണ്. അവിടെ സ്ഥിതിഗതികൾ അങ്ങേയറ്റം വഷളാണ്. ഡിറ്റ്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് ശ്രീലങ്കയിൽ വൻ നാശം. പേമാരിയിലും മണ്ണിടിച്ചിലിലും 121 പേർ മരിച്ചു. നിരവധി പേരെ കാണാതായിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായ കണക്ക്. ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശ്രീലങ്കയുടെ കിഴക്കൻ തീരത്താണ് വൻതോതിൽ കാറ്റ് ആഞ്ഞടിച്ചത്. ശക്തമായ പേമാരിയിൽ കേലനി, അറ്റനാഗലു നദികളിൽ വൻതോതിൽ വെള്ളമുയർന്നു. രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം ഉൾപ്പെടെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ കൂടി നിർദ്ദേശം കണക്കിലെടുത്തുകൊണ്ട് അവിടെ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുന്ന സാഹചര്യം അങ്ങേയറ്റം ഭീതിതമായ സാഹചര്യമാണ് കാണുന്നത്. 123 മരണം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 100 കണക്കിന് ആളുകളെ കാണാനില്ലെന്നുള്ള അതീവ ദുഃഖകരമായ വാർത്തയും പുറത്തു വരുന്നു. എന്താണ് ശ്രീലങ്കയിൽ സംഭവിക്കുന്നത്? നീലിമ, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ചുള്ള മരണസംഖ്യ, അതായത് അല്പസമയം മുമ്പ് വന്ന വാർത്തകൾ സംബന്ധിച്ച വിശദാംശങ്ങളിൽ നമുക്ക് ലഭ്യമാകുന്നത് 123 പേർ മരിച്ചു എന്നാണ്. ഇന്ന് രാവിലെ തന്നെ 80 പേരുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മരണസംഖ്യ ഉയരുന്നൊരു സാഹചര്യമാണ്. കൂടുതൽ മൃതദേഹങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാണാതായവരുടെ എണ്ണം നേരത്തെ പറഞ്ഞത് 21 പേരാണ്. ഈ 21 പേരെ കാണാതായി എന്ന് പറയുന്നതിന് അവരുടെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കാണാതായവരെ സംബന്ധിച്ചുള്ള ഒരു വിശദാംശങ്ങൾ, കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല എങ്കിൽ കൂടി അതിലും പലരും മരിച്ച
വർദ്ധിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അറിയാനും സാധിക്കുന്നത്. വലിയ തോതിലാണ് കാറ്റ് കിഴക്കൻ തീരങ്ങളിൽ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. കാറ്റും പേമാരിയും മണ്ണിടിച്ചിലും എല്ലാം തന്നെ വലിയ തോതിൽ ജീവഹാനിക്ക് കാരണമാകുന്ന സാധ്യതകൾ തുറന്നു എന്നാണ് ഈ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് ജിറ്റ്വ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. സ്വാഭാവികമായും വൻതോതിൽ മരണസംഖ്യ ഉയരാനുള്ള സാധ്യത ഇനിയും ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഭാരതത്തിൻ്റെ ഉൾപ്പെടെ സൈനിക പിന്തുണയും ഭാരതത്തിൻ്റെ മാനുഷിക സഹായവും എല്ലാം തന്നെ എത്തിയിട്ടുണ്ട് എന്നും നേരത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ അവരുടെ സൈന്യ സഹായങ്ങൾ, അതായത് മാനുഷിക സഹായങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. സൈനിക സഹായങ്ങൾ ലഭ്യമാക്കുന്നത് ആവശ്യമെങ്കിൽ സാധ്യമെന്ന നിലപാടുകളും അറിയിക്കുന്നുണ്ട്. സ്വാഭാവികമായും വലിയ തോതിലുള്ളൊരു പ്രശ്നം തന്നെയാണ് നിലനിൽക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കിഴക്കൻ മേഖലയിലെ കേലനി, അറ്റനാഗ്ലു എന്നീ നദികളിലാണ് വൻതോതിൽ വെള്ളമുയർന്നത്. ഈ വെള്ളമുയർന്നതിനെ തുടർന്ന് പരിസരത്തെ ജനജീവിതം ഏറെ വെല്ലുവിളികൾ നേരിടുന്നൊരു പശ്ചാത്തലത്തിലാണ് നിലവിലെ സാഹചര്യങ്ങളുള്ളത്. താൽക്കാലിക ടെൻറ്റുകളും മറ്റ് സംവിധാനങ്ങളും ഒരുക്കി ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഒരു വശത്ത് നേരത്തെ തന്നെ നടന്നിരുന്നു. ഇപ്പോഴും അത് പുരോഗമിക്കുകയാണ്. സൈന്യം രക്ഷാപ്രവർത്തനം തുടരുന്നു എന്നാണ് അറിയാനും സാധിക്കുന്നത്. നീലിമ, ചുഴലിക്കാറ്റ് നാശം വിതച്ചതോടെ വലിയ ദുരിതത്തിലാണ് ശ്രീലങ്ക ഇപ്പോഴുള്ളത്. ഇന്ത്യ ഓപ്പറേഷൻ സാഗർ ബന്ധു ആരംഭിച്ചിട്ടുണ്ട്. INS വിക്രാന്തും INS ഉദയഗിരിയും വഴി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീലങ്കയിൽ. വിശദ വിവരങ്ങളാണ് ഐസൻ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും പങ്കുവച്ചത്. ഇതോടെ ടോപ്പ് 7 at 7 പൂർത്തിയാകുകയാണ്. ഇനി ജന ഡിബേറ്റ് കാണാം അല്പസമയത്തിനകം. നമസ്തേ.